നമസ്കാരം. വീണ്ടും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തെ പറ്റിയാണ്. നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ കാണുക. കണ്ടിട്ട് PSA വാല്യൂ നോക്കുക. PSA നോർമൽ ആണെങ്കിൽ ഒരു പക്ഷേ സർജൻ പറഞ്ഞേക്കാം സർജറിയാണ് നല്ലത്. അങ്ങനെ പറയുകയാണെങ്കിൽ, തീർത്തും പറയുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കൂ. കാരണം നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനുണ്ട്. പ്രോസ്റ്റേറ്റ് നോർമൽ ആണെങ്കിൽ മാത്രമേ ഈ ഓപ്ഷനെ പറ്റി ചിന്തിക്കാവൂ. പ്രോസ്റ്റേറ്റിനുള്ള മെഡിസിൻ കഴിക്കുമ്പോൾ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ സാധാരണ ഗതിയിൽ പേഷ്യൻസിന് വരാറുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് പെയിൻഫുൾ ഇജാക്കുലേഷൻ. അതായത് നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ വേദന ഉണ്ടാവുക, അതോടൊപ്പം തന്നെ ഇജാക്കുലേഷൻ സെമൻ പുറത്തേക്ക് പോകുമ്പോൾ വേദന അനുഭവപ്പെടുക, പിന്നെ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ വേദനയോട് കൂടിയ ഒരു പ്രത്യേക തരത്തിലുള്ള പെയിൻ സെമൻ പാസ് ചെയ്യുമ്പോൾ അനുഭവപ്പെടുക. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം തന്നെയാണ്. അതിന് സാധാരണ മെഡിസിൻ കഴിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ED, അതായത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. അത് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ഫെയിൻറ്റിങ് ഉണ്ടാകാം, ചില പേഷ്യൻസിന് ഫെയിൻറ്റിങ് ഉണ്ടാകാം. പിന്നെ യൂറിനറി ഇൻകോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സംഭവം, അതായത് മൂത്രം തുള്ളിയാൻ പോവുക, അങ്ങനെയൊക്കെ ഉണ്ട്, അറിയാതെ പോവുക, അങ്ങനെ ഉണ്ടാകാം. പിന്നെ അത് കഴിഞ്ഞിട്ട് GI ട്രാക്ട്, അതായത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്, വാ മുതൽ താഴോട്ട് അന്നനാളം, ഇൻഡസ്ട്രിയൽ തുടങ്ങിയ ഭാഗങ്ങളിൽ ഡിസ്കംഫർട്ട് ഉണ്ടാവുക, ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാവുക, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുക. പിന്നെ ചിലർക്ക് തലമുടി കൊഴിയുന്ന ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ മെയിൽസിലാണല്ലോ ഈ ഗ്രാൻഡ് ഉള്ളത്. ചിലർക്ക് ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഭാഗം, അതായത് കുട്ടികൾക്ക് വരുന്ന ഒരു ഗൈനക്കോമാസ്റ്റിയ എന്നും പറഞ്ഞ ഒരു സ്റ്റേജ് ഉണ്ട്. അതേപോലെ വീഴുന്ന കേസുകളും എൻ്റെ അടുത്ത് ധാരാളമായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ PSA നോർമൽ ആണെങ്കിൽ സർജറി ചെയ്യരുത്. പിന്നെ എന്ത് ചെയ്യണമെന്നല്ലേ, അത് ഞാൻ പറഞ്ഞു തരാം. അവരവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ ടെക്നിക്കാണ്, നമ്മുടെ കൈകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ടെക്നിക്ക്. ഈ ടെക്നിക്ക് ഞാൻ പല പേഷ്യൻസിനും അഡ്വൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായും ഇത് സക്സസ് ആണ്. അത് ആ ടെക്നിക്ക് എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എന്നെ വിളിക്കൂ, എൻ്റെ നമ്പർ താഴെയുണ്ട്. ഓക്കെ, താങ്ക് യു.